ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തലപ്പള്ളി താലൂക്ക് ഹയർ പർച്ചേസിംഗ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി. വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് മുൻ ബാങ്ക് പ്രസിഡന്റ് രതീഷ് വൻ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പരിധിയിൽ 14 പേർ അറസ്റ്റിലായി. തട്ടിപ്പിന് ഉപയോഗിച്ച 23 മൊബൈൽ ഫോണുകളും 5 ATM കാർഡുകളും പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളക് പൊടിയിട്ട് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം കാടുപിടിച്ച പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. വാഴാനി മേലില്ലം വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മുക്കിടി നിവേദ്യം നടന്നു. ഐതിഹ്യ പെരുമയുള്ള ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. തലപ്പള്ളി താലൂക്ക് ഹയർ പർച്ചേസിംഗ് സൊസൈറ്റിയിൽ തട്ടിപ്പ് നടന്നതായി പരാതി. ബാങ്ക് മെമ്പർമാർ പോലും അറിയാതെ വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് മുൻ ബാങ്ക് പ്രസിഡന്റ് രതീഷ് വൻ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 152 മെമ്പർമാരുടെ പേരിൽ 25,000 രൂപ വീതമാണ് മെമ്പർമാരുടെയോ ഭരണസമിതിയുടെ അറിവില്ലാതെ മുൻ പ്രസിഡന്റ് രതീഷ് എടുത്തുവെന്നാണ് പരാതി. പലിശ അടക്കം 51 ലക്ഷം രൂപയുടെ തട്ടിപ്പാണെന്ന് സെക്രട്ടറിയുടെ മൊഴി. എന്നാൽ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടക്കുന്നത് സെക്രട്ടറി വഴിയാണെന്നും തനിക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്നും മുൻ പ്രസിഡന്റ് കൂടിയായ രതീഷ് പറഞ്ഞു. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി റൂറൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി 22 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി റൂറൽ SP B കൃഷ്ണകുമാർ. സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം സംശയാസ്പദമായ ബാങ്ക് അക്കൗണ്ടുകളെ ചെക്ക് ഉപയോഗിച്ചും ATM കാർഡ് ഉപയോഗിച്ചും പണം പിൻവലിച്ച 36 പേരെയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. റൂറൽ പരിധിയിൽ 22 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 20 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 14 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരേ സമയം നടത്തിയ റെയ്ഡിലാണ് ഇന്നലെ ഒറ്റ ദിവസം 20 കേസുകൾ തൃശൂർ റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യും, 20 FIR രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അത് 32 റെയ്ഡാണ് ഇന്നലെ നമ്മൾ നടത്തിയത്. 32 വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഈ 32 റെയ്ഡിലൂടെ 20 കേസുകൾ FIR നമ്മൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ മാത്രം നമ്മൾ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 23 മൊബൈൽ ഫോണുകൾ, 8 ചെക്ക് ബുക്കുകൾ, 13 ബാങ്ക് പാസ്ബുക്കുകൾ, 5 ATM കാർഡ്, 3 പാൻ കാർഡ്, 7 ആധാർ കാർഡ്, ലാപ്ടോപ്പ് എന്നിവ പിടിച്ചെടുത്തു. വെള്ളിക്കുളങ്ങര പോലീസ് 7 പേരെയും ചാലക്കുടി പോലീസ് 3 പേരെയും കൊടുങ്ങല്ലൂർ പോലീസ് 2 പേരെയും വലപ്പാട് കൊടകര പോലീസ് ഓരോ ആളു വീതം അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യുന്നതിനായി കമ്മീഷൻ കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ടുകളും ATM കാർഡുകളും തട്ടിപ്പുകാർക്ക് വാടകയ്ക്ക് നൽകിയവരുമാണ് പിടിയിലായതെന്ന് റൂറൽ SP പറഞ്ഞു. നേരിട്ട് പങ്കെടുത്തവരുണ്ട്, പങ്കെടുക്കാൻ സഹായിച്ചവരുണ്ട്. ഈ ഓൺലൈൻ ഫ്രോഡ് എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പങ്ക് പറ്റിയവരുണ്ട്. അവരുടെ അക്കൗണ്ട് വിറ്റ് കമ്മീഷൻ വാങ്ങിച്ചവരുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യമാണ്. പരിശോധനയ്ക്ക് വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 100ഓളം പോലീസുകാരാണ് നേതൃത്വം നൽകിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളക് പൊടിയിട്ട് ടാക്സി കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം കാടുകൂടിയ പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. മുണ്ടത്തിക്കോട് സ്വദേശി തെക്കൂട്ട് വിനോദിന്റെ കാറാണ് തട്ടിയെടുത്തത്. ആലുവയിലേക്കെന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് വാടകയ്ക്ക് ഓടുന്ന വിനോദിന്റെ കാർ പ്രതികൾ വിളിച്ചത്.
കുറാഞ്ചേരിയിൽ നിന്ന് ഒരാളെ കൂടി കാറിൽ കയറ്റുവാനുണ്ടെന്ന് പ്രതികൾ വിശ്വസിപ്പിച്ചു. വെളപ്പായ ബീവറേജിലെത്തി മദ്യം വാങ്ങിയ ശേഷം തെക്കുംകര ഭാഗത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഇതിനിടെ കുറാഞ്ചേരിയിലെ പമ്പിൽ നിന്നും 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. തുടർന്ന് തെക്കുംകര തച്ചനടി ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ കണ്ണിലേക്ക് മുളകുപൊടി എറിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പ്രാണരക്ഷാർത്ഥം സമീപത്തെ കാട് മൂടിയ പമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വിനോദ് പറഞ്ഞു. തച്ചനടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായി പറഞ്ഞ വീട് അവിടെയാണ്. വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് മദ്യം കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തച്ചനടി ഭാഗത്തെത്തിയപ്പോൾ വണ്ടി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുന്നതോട് കൂടിയിട്ട് ബാക്കിൽ നിന്ന് ഒരാൾ മുളക് പൊടി മുഖത്തേക്ക് ഒരു പിടി മുളക് പൊടി എടുത്തിട്ട് മുഖത്തേക്ക് എറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചുകൊണ്ട് മുഴുവൻ കണ്ണിലേക്ക് ആയില്ല, കുറേ തലയിലേക്കും കുറേ മേത്തേക്കൊക്കെ ആയത്. അപ്പോഴേക്കും അവരടി തുടങ്ങി. ഇടിക്കാനും പുറത്ത് തലയ്ക്കൊക്കെ അടിക്കാൻ തുടങ്ങി. മടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി. അടുത്തുള്ള കാട് പിടിച്ചൊരു ഏരിയയിലേക്ക് ഓടി കയറി. 200 രൂപ അടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുത്തതായി വിനോദ് പറഞ്ഞു. വിനോദ് നാട്ടുകാരെ വിവരമറിയിച്ചയുടൻ പോലീസ് സ്ഥലത്തെത്തി. GPS ട്രാക്ക് വഴി മണിക്കൂറുകൾക്കുള്ളിൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രി പരിസരത്തുനിന്ന് പോലീസ് കാർ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വാഴാനി മേലില്ലം വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റാൻ ഉപയോഗിച്ച് 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. വടക്കാഞ്ചേരി എക്സൈസും വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മണലിത്തറ മേലില്ലം സ്വദേശി മോളയിൽ വീട്ടിൽ ഏലിയാസിനെ അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PP കൃഷ്ണകുമാർ, KV ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മുക്കുടി സേവിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തി. തൃപ്പുത്തരി നിവേദ്യം കഴിച്ച് ഭഗവാന് ഉദരസംബന്ധമായ അസുഖം ബാധിച്ചെന്നും അസുഖം മാറുന്നതിന് വില്ലമംഗലം സ്വാമിയാർ മുക്കുടി ഔഷധം നൽകുകയും ഇത് സേവിച്ച് ഭഗവാന്റെ അസുഖം ഭേദമായെന്നാണ് വിശ്വാസം. കുട്ടഞ്ചേരി മൂസ് തൈരും പ്രത്യേക ഔഷധക്കൂട്ടുകളും ചേർത്താണ് മുക്കുടി തയ്യാറാക്കിയത്. നിവേദ്യം ആദ്യം ഭഗവാന് നിവേദിച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. മുക്കുടി നിവേദ്യം നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അനുഷ്ഠാന ചടങ്ങാണ്. മുക്കുടിക്കുള്ള ഔഷധക്കൂട്ടുകൾ പ്രത്യേക അനുപാതത്തിൽ സമർപ്പിക്കാനുള്ള പരമ്പരാഗത അവകാശം കുമാരനെല്ലൂർ കുട്ടഞ്ചേരി മൂസ് കുടുംബത്തിനാണ്. കുളമൺ മൂസാണ് മുക്കുടി നിവേദ്യം ഉണ്ടാക്കുക. അതീവ രഹസ്യങ്ങളായ ഔഷധക്കൂട്ടുകൾ പകുതി അരച്ച് മൂസ് കുടുംബത്തിൽ നിന്ന് തലേന്ന് വൈകിട്ട് ക്ഷേത്രനടയിൽ സമർപ്പിക്കും. പുലർച്ചെ കൊട്ടിലാക്കല്ലിൽ അരച്ചെടുത്ത മരുന്ന് തിടപ്പള്ളിയിലെത്തിച്ച് മോരിൽ കലർത്തി മുക്കുടി നിവേദ്യമാക്കി ഭഗവാന് നിവേദിച്ച ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്തത്. ദിവ്യ ഔഷധമായ മുക്കുടി സേവിച്ചാൽ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ശമനം വരുത്തുമെന്ന വിശ്വാസമുള്ളതിനാൽ പ്രസാദമായി കിട്ടുന്ന ഈ നിവേദ്യം വാങ്ങാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ധാരാളം ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. 3500 ലിറ്റർ തൈരുപയോഗിച്ചാണ് ഈ വർഷം മുക്കുടി തയ്യാറാക്കിയത്. ചടങ്ങുകൾക്ക് കുട്ടഞ്ചേരി അനൂപ് മൂസ് നേതൃത്വം നൽകി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ പദവികളിലേക്ക് സംവരണം ചെയ്യുന്ന പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. ഓരോ സംവരണ വിഭാഗത്തിന്റെയും ജനസംഖ്യ പരിഗണിച്ച് അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്യേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ആവർത്തനക്രമം പാലിച്ച് കമ്മീഷൻ നിശ്ചയിക്കും. അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്ക് സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപാധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 471 പഞ്ചായത്തുകളിൽ വനിതകളായിരിക്കും അധ്യക്ഷ. ഇതിൽ 46 എണ്ണം പട്ടികജാതി വനിതകളും 8 എണ്ണം പട്ടികവർഗ വനിതകൾക്കുമായിരിക്കും. പട്ടികജാതിക്കാർക്കായി 92 പഞ്ചായത്തുകളിലും പട്ടികവർഗക്കാർക്കായി 16 പഞ്ചായത്തുകളിലും അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്യും. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 1 എണ്ണം പട്ടികജാതി വിഭാഗത്തിനും 7 എണ്ണം സ്ത്രീകൾക്കും മാറ്റിവെക്കും. 44 മുനിസിപ്പാലിറ്റികൾ വനിതകൾ ഭരിക്കും. ഇതിൽ 3 എണ്ണം പട്ടികജാതി വനിതകളായിരിക്കും. 6 കോർപ്പറേഷനുകളിൽ 3 എണ്ണം വനിതകൾ ഭരിക്കും.
ചെറുതുരുത്തി ചുങ്കത്തിന് സമീപം സ്വകാര്യ ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ബസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന ബസിൽ എതിർദിശയിൽ നിന്ന് വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ബസ് ഡ്രൈവർ പ്രേംകുമാറിന്റെ കണ്ണിൽ ചില്ല് തറച്ചു കയറി. ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കല്ല് കയറ്റിയ ടോറസ് ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടാണ് ബസ്സിലിടിച്ചത്. തിരുവില്ലാമല ആലത്തൂർ റോഡിൽ പാലം പണി നടക്കുന്ന പഴമ്പാലക്കോട് തോട്ടിൻപള്ളയിൽ പാലത്തിന് സമീപം ഓട്ടോറിക്ഷ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റിമറിഞ്ഞു. അപകടത്തിൽ പഴയന്നൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് അന്വേഷണ വിവരങ്ങൾ കൈമാറുന്നത് വിലക്കി ആഭ്യന്തര വകുപ്പ്. അന്വേഷണത്തിലിരിക്കുന്ന കേസിന്റെ വിവരങ്ങളും മറ്റും മാധ്യമങ്ങൾക്ക് നൽകരുത് എന്നാണ് DGP പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. മൊഴിവിവരങ്ങളിൽ ഉൾപ്പെടെ ഇത് ബാധകമാകും. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അന്വേഷണത്തിലിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കണ്ടെത്തലുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യേകിച്ച് പത്രസമ്മേളനങ്ങൾ വഴി വെളിപ്പെടുത്തുന്നതിനാൽ ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. മുൻ ഉത്തരവുകൾ വഴി കോടതി അത്തരം നടപടികൾ റദ്ദാക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGP സർക്കുലർ. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ചുറ്റുവിളക്കുകൾക്ക് നാളെ തുടക്കം. ആദ്യത്തെ ഏകാദശി വിളക്ക് പാലക്കാട് അലനല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ പേരിലാണ്. ഒരു മാസം നീളുന്ന ചുറ്റുവിളക്കുകൾക്കൊടുവിൽ ഡിസംബർ 1-നാണ് ഏകാദശിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടക്കും. ചെമ്പൈ സംഗീതോത്സവത്തിന് നവംബർ 16-ന് തുടക്കമാകും. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഗതാഗത സ്തംഭനം തുടരുന്നു. കുമ്മാട്ടിയിലെ കലുങ്ക് നിർമ്മാണം ആരംഭിക്കാത്തതാണ് ഗതാഗതം താറുമാറായത്. കാലപ്പഴക്കം മൂലം ഏതാനും ദിവസം മുൻപ് കലുങ്കിന്റെ അടിഭാഗം തകർന്നിരുന്നു. ഇതേ തുടർന്ന് ഇതുവഴി ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നില്ല. KSRTCയുടെ വിനോദസഞ്ചാര ബസ് ഉൾപ്പെടെയുള്ളവയും ലോറികളും മിനി ബസും ഇതുവഴി നിരോധിച്ചിട്ടുണ്ട്. കലുങ്ക് നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ പൊതുമരാമത്ത് വകുപ്പിനെതിരെ പ്രതിഷേധം രൂക്ഷമായിട്ടുണ്ട്. പൊതുകളിസ്ഥലത്തിനും നിർധനർക്ക് വീട് നിർമ്മിക്കുന്നതിനും ഉമ്മൻചാണ്ടി സ്റ്റഡി സെന്ററുമായി 3.25 ഏക്കറോളം ഭൂമി സൗജന്യമായി വിട്ടുനൽകിയ കയ്പമംഗലം പഞ്ചായത്ത് അംഗം CJ പോൾസന് ജനകീയ ആദരവ് നൽകി. കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ആദരവ് സംഘടിപ്പിച്ചത്. 3 പീടിക ബസ് സ്റ്റാൻഡിൽ നടന്ന ആദരം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 10 പേർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം നൽകുന്നതിനുള്ള രേഖ കൈമാറലും ഉമ്മൻചാണ്ടി സ്റ്റഡി സെന്ററിനുള്ള സ്ഥലം കൈമാറ്റവും ചടങ്ങിൽ നടന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബഹനാൻ MP, TN പ്രതാപൻ, MP വിൻസെന്റ്, CA മുഹമ്മദ്, റഷീദ്, ജോസ് വള്ളൂർ തുടങ്ങിയവർ സന്നിഹിതരായി. MLA സനീഷ് കുമാർ ജോസഫിന്റെ വികസന നിഷ്ക്രിയ നിലപാടിൽ പ്രതിഷേധിച്ച് LDF മണ്ഡലം കമ്മിറ്റി മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലുള്ള MLA ഓഫീസിലേക്ക് നടന്ന മാർച്ച് മേൽപ്പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് CPM സംസ്ഥാന സമിതി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. LDFന്റെ മുൻ MLA നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം പേരിൽ പ്രചരിപ്പിക്കുന്ന സനീഷ് കുമാർ ജോസഫ് MLA ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് MM വർഗീസ് ആവശ്യപ്പെട്ടു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലി, അഡ്വക്കേറ്റ് PI മാത്യു, ഷോജൻ വിധേയത്തിൽ, നഗരസഭാ കൌൺസിലർ VJ ജോജി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്ക് നാളെ 94 വയസ്സ്. സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി ഗുരുവായൂരിലെ ഭരണസ്ഥാപനങ്ങളും വിവിധ സംഘടനകളും ഒത്തുകൂടും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവേശനം ആവശ്യപ്പെട്ട് K. കേളപ്പന്റെ നേതൃത്വത്തിൽ 1931 നവംബർ 1-നായിരുന്നു സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടത്. സമരം ശക്തിപ്പെട്ട് 1947 ജൂൺ 2-ന് ഗുരുവായൂർ ക്ഷേത്ര ഗോപുരവാതിൽ ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗക്കാർക്കുമായി തുറന്നുകൊടുക്കേണ്ടി വന്നു. ഇതിന്റെ സ്മാരകമായി കിഴക്കേ നടയിലെ സത്രം വളപ്പിൽ സ്തൂപം സ്ഥാപിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നാളെ അനുസ്മരണ സദസ്സ് സംഘടിപ്പിക്കും.
മതിലകം പഞ്ചായത്ത് 16-ാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് അംഗം EK ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ജനപ്രതിനിധികൾ സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. CPM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, നേതാക്കളായ CM ബബീഷ്, KC ജെയിംസ്, അമ്പിളി സോമൻ, KG രജീഷ് എന്നിവർ നേതൃത്വം നൽകി. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി. K രാജേന്ദ്രൻ, EM ജയനാരായണൻ, M രാമചന്ദ്രൻ, EM ശ്രീകുമാർ, P സനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങാട് റിസർവ് വനം വിജ്ഞാപനം സർക്കാർ ഉടൻ റദ്ദാക്കുമെന്ന് മുരളി പെരുന്നല്ലി MLA. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടപടികൾ പൂർത്തിയാക്കി ഉടൻ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുമെന്നും പുഴയോരത്ത് വെച്ചുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ നാട്ടുകാർ സംരക്ഷിക്കേണ്ടതാണെന്നും MLA പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെയും മണലെടുപ്പ് തൊഴിലാളികളെയും പ്രദേശവാസികളെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ MLA എന്ന നിലയിൽ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുകയും വനം റവന്യൂ മന്ത്രിമാരെ കണ്ട് ചർച്ച നടത്തിയതായി MLA വ്യക്തമാക്കി. അതേസമയം താൻ പറയാത്ത കാര്യങ്ങളാണ് പ്രക്ഷോഭ സമിതി വളച്ചൊടിച്ച് പ്രചരണം നടത്തുന്നതെന്നും MLA ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇക്കാര്യങ്ങൾ പൊതുയോഗം നടത്തിയും സ്ഥാനാർത്ഥി പര്യടനത്തിൽ MLA എന്ന നിലയിലും വിശദീകരിച്ചതാണെന്നും MLA പറഞ്ഞു. സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായാണ് പുഴയിൽ അടിഞ്ഞുകൂടി എക്കൽ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയത്. തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം റദ്ദാക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും MLA പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണം നടത്തി. ന്യൂനപക്ഷ സെൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KH ഷാഹുൽ ഹമീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. KV സത്താർ, TH റഹീം, KV യൂസഫ് അലി, ഷോബി ഫ്രാൻസിസ്, CK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കോംപ്രമൈസ് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇന്ത്യയെ വിഭജിക്കുന്ന പുരുഷന്മാരെ പണ്ഡിറ്റ് ജവഹർലാൽ അടക്കമുള്ള ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ചാവക്കാട് ബേബി റോഡിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളിയുടെ മകളെ കാണാനില്ലെന്ന് പരാതി. ബീഹാർ സ്വദേശി പ്രമോദിന്റെ മകൾ 13 വയസ്സുള്ള അതിഥിയെയാണ് കാണാതായത്. കുട്ടിയെ കണ്ടെത്തുന്നവർ 95 62 82 88 94 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ ചിറയോരത്ത് ബോട്ടിംഗ് ആരംഭിച്ചു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിച്ചിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ക്ഷേമ പെൻഷൻകാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മുസ്താഖ് അലി, PP സുഭാഷ്, PB ഗൈസ്, ലതാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് വന്നതല്ലേ, പെൻഷൻ കിട്ടിയതല്ലേ, ഒരു കായ്പര മേടിച്ചിട്ട് നേന്ത്രം പോലെ മേടിച്ചല്ല, ചെങ്ങാനിക്കോടം തന്നെ മേടിച്ചിട്ട് വീടിന്റെ മുമ്പിൽ കെട്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് 18ാം വാർഡിലെ കരിയന്നൂർ മയ്യൂകം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, സുമന സുഗതൻ, സതി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പശ്ചാത്തല സൗകര്യ വികസന പരിപാടികൾക്ക് ആധുനികമായ സൗകര്യത്തോടുകൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിൽ കേസ് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ
ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. GUPS കുത്താമ്പുള്ളി വിദ്യാലയത്തിൽ സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച കളി ഉപകരണങ്ങളുടെ ഉദ്ഘാടനം തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് TP ബിന്ദു, PTA പ്രസിഡന്റ് അനിത തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ ഏകതാ ദിവസ് നാഷണൽ യൂണിറ്റി ഡേയുടെ ഭാഗമായി ആറ്റൂർ അറഫ സ്കൂളിലെ SPC വിദ്യാർത്ഥികളും ചെറുതുരുത്തി പോലീസും സംയുക്തമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നിന്ന് തുടങ്ങി കൊച്ചിൻ പാലം ചുറ്റി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൂട്ടയോട്ടം സമാപിച്ചു. ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ നിഖിൽ ഉദ്ഘാടനം ചെയ്തു. അറഫ ട്രസ്റ്റ് ട്രഷറർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. SI MS സതീഷ് കുമാർ, അധ്യാപകരായ അബ്ദു താഹിർ, ചിത്ര, CPO വിനീത് മോൻ എന്നിവർ പങ്കെടുത്തു. ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, CP ഔസേബ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയതായി നിർമ്മിച്ച നാപ്കിൻ ഡിസ്പോസിബിൾ യൂണിറ്റിന്റെയും MCF കെട്ടിടത്തിന്റെയും ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, ഷീനി ജെയ്സൺ, ബിജി ഡേവിസ്, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായിരുന്ന മുൻ മന്ത്രി TM ജേക്കബ് അനുസ്മരണ സമ്മേളനം നടത്തറ ആശ്രയ ഭവനിൽ നടന്നു. കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് US വിഷ്ണു അധ്യക്ഷത വഹിച്ചു. കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ, ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ്, സോമൻ കൊളപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവ് K മാനിക്കുട്ടന്റെ 2ാം ചരമവാർഷികം തിരൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. സെക്രട്ടറി ശാന്തകുമാരി മോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പിയൂസ് അധ്യക്ഷത വഹിച്ചു. അജിതകുമാരി, അന്നമ്മ, രാജശ്രീ, സുഗുണൻ, C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. BMS കൊടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ജ്യോതിഷ് രാമൻ വരന്തരപ്പള്ളി, ND വിപിൻ എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റിലേ മത്സരത്തിൽ സബ് ജൂനിയർ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി
PS മുഹമ്മദ് റംസാനെ സ്കൂൾ PTA കമ്മിറ്റി അനുമോദിച്ചു. E.T. ടൈസൺ MLA ആദരം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. SSM ട്രസ്റ്റ് പ്രസിഡന്റ് PACD എറിയാട് പഞ്ചായത്ത് അംഗം പ്രസീന റാഫി, PTA വൈസ് പ്രസിഡന്റ് PA മനാഫ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ TV സമീന തുടങ്ങിയവർ സംസാരിച്ചു. ഹലോ മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ ജപമാല മാസാചരണത്തിന്റെ സമാപനത്തിൽ KCYM സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കൊന്ത മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ സെന്റ് മേരീസ് യൂണിറ്റ് 1ാം സ്ഥാനവും കാൽവരി യൂണിറ്റ് 2ാം സ്ഥാനവും ജോൺ മരിയ വിയാനി ഡോൺ ബോസ്കോ യൂണിറ്റുകൾ പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കൺവെൻഷൻ നടന്നു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CL തോമസ് അധ്യക്ഷത വഹിച്ചു. MS സിദ്ധൻ, MS ജ്യോതി, MS ബിന്ദു, TK ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച പ്രവർത്തനത്തിലൂടെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സംസ്ഥാനതല പുരസ്കാരം. കേരളത്തിലെ മികച്ച 2ാമത്തെ പോലീസ് സ്റ്റേഷനായി കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയുടെ ട്രോഫിക്ക് അർഹമായ പോലീസ് സ്റ്റേഷനുകളെ തെരഞ്ഞെടുത്തത്. 1ാം സ്ഥാനം ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷൻ കരസ്ഥമാക്കി. പറപ്പൂക്കര പഞ്ചായത്ത് സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് GVHHS നന്ദിക്കര സ്പോർട്സ് ക്ലബ് ടൈറ്റസുമായി സഹകരിച്ച് ലഹരിക്കെതിരെ മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സീനിയർ അധ്യാപകരായ K ശ്രീലത, സമീന തോമസ്, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMC ചെയർമാൻ CK സുധേവൻ, MPTA പ്രസിഡന്റ് വിദ്യാമാധവൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളങ്ങര പരദേവത നാഗത്താൻകാവിൽ തളിക്കുളം ആരോഗ്യഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ധന്വന്തരി ജയന്തി ആഘോഷിച്ചു. ധന്വന്തരി ഹോമത്തിന് ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന വയോജന സായാഹ്ന സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. മഠാധിപതി സോമാസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമേഖലയിൽ മികച്ച സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാർ, നഴ്സ്, ആശാ വർക്കർ എന്നിവരെയും അടിയന്തരാവസ്ഥ വിരുദ്ധ സമര സേനാനികളെയും ആദരിച്ചു. കവി സുരേഷ് മാപ്രാണത്ത്, KP ബാലൻ, EC പത്മരാജൻ, കൈരളി തിലകൻ, രാജു വെന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ കൂടെ 50 വയസ്സിന് മീതെയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത്തരത്തിലുള്ള അതായത് ഒരു അവസ്ഥയാണ് വീടുകളായിട്ട് മാറുകയാണ്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം മുകുന്ദപുരം താലൂക്ക് കുടുംബസംഗമം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ അംഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതിയായ കുടുംബമിത്രത്തിന്റെ ഉദ്ഘാടനവും നടക്കും. ഭാരവാഹികളായ KK ചന്ദ്രൻ, NG സേതുമാധവൻ, PV സജീവൻ, ബാസി കടവിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഐക്യദിനാഘോഷത്തിന്റെ ഭാഗമായി പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ കൂട്ടയോട്ടം നടത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG പ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂളിലെ SPC, പ്രൊജക്ട് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അഫ്സ അബ്ദുൾ, സുജേഷ് എന്നിവർ നേതൃത്വം നൽകി. സത്യസായി ബാബയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 15, 16 തീയതികളിലായി നൃത്തോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നവംബർ 10 മുൻപായി ട്രസ്റ്റുമായി ബന്ധപ്പെടാവുന്നതാണ്. മികച്ച രീതിയിൽ നൃത്തം അവതരിപ്പിക്കുന്നവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും. ഭാരവാഹികളായ സബിത രഞ്ജിത്ത്, മീരാസുധൻ, PT ചന്ദ്രൻ, സന്തോഷ് ദേശമംഗലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ബോയ്സ് ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, വാർഡ് അംഗം MK ജോസ്, PTA പ്രസിഡന്റ് ഷീഭ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ എന്നിവർ സംസാരിച്ചു. പുതൂർക്കര 55-ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം നടത്തി. ഡിവിഷൻ കൌൺസിലർ മേഫി ഡെൽസൺ ഉദ്ഘാടനം ചെയ്തു. പുതൂർക്കര ഡിവിഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ പുതൂർക്കര, ബൈജു പുളിക്കൻ, സുരേഷ് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,245 രൂപ, പവന് 89,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. താലൂക്ക് ഹയർ പർച്ചേസിംഗ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി. വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് മുൻ ബാങ്ക് പ്രസിഡന്റ് ജതീഷ് വൻ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പരിധിയിൽ 14 പേർ അറസ്റ്റിലായി. തട്ടിപ്പിന് ഉപയോഗിച്ച 23 മൊബൈൽ ഫോണുകളും 5 ATM കാർഡുകളും പിടിച്ചെടുത്തു. വടക്കാഞ്ചേരി കല്ലംപാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളക് പൊടിയിട്ട് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം കാട് പിടിച്ച പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. വാഴാനി മേലിലം വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മുക്കിടി നിവേദ്യം നടന്നു. ഐതിഹ്യപ്പെരുമയുടെ ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.